ലോകത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ആ മാരക വൈറസ് ഇന്ത്യയുടെ വാതിൽപ്പടിയിൽ എത്തിക്കഴിഞ്ഞു. ഉഗാണ്ടയിൽ നിന്നെത്തിയ യുവതി ബാംഗ്ലൂരിൽ കടുത്ത നിരീക്ഷണത്തിലാണ്. ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് എന്താണ് ഈ എബോള എന്നുള്ളതാണ്. രണ്ടാമത്തതിലേക്ക് വന്നാൽ കോങ്കോയിലെ കാടുകളിൽ നിന്ന് ആരംഭിച്ച് അതിർത്തികൾ ഭേദിച്ച് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെയും ഇന്ത്യയെയും ഒരുപോലെ വിറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ മഹാമാരി എത്രത്തോളം അപകടകാരിയാണ്. മൂന്നാമത്തേത് ഒരൊറ്റ സ്പർശനത്തിലൂടെ ജീവൻ അപഹരിക്കാൻ ശേഷിയുള്ള കോവിഡ് കാലത്തേക്കാൾ ഭീകരമായ ഈ വൈറസ് ബാധയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇന്ത്യ സുരക്ഷിതമാണോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് എബോളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. നമുക്കതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയണം. ബാംഗ്ലൂരിൽ എബോള ബാധ എന്ന സംശയത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു ആശ്വാസ വാർത്തയാണ്. നേരത്തെ ക്വാറന്റൈനിൽ പ്രവേശിച്ചിരുന്ന യുവതിയുടെ ഫലം വന്നു. ആ ഫലം നെഗറ്റീവാണ്. അതായത് യുവതിക്ക് എബോള ഇല്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എങ്കിലും നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. കോവിഡും ഇതുപോലെയായിരുന്നു. ചൈനയിലല്ലേ ഇത് ഉണ്ടായത് എന്ന ആശ്വാസത്തിലായിരുന്നു നമ്മളിൽ പലരും. പക്ഷെ എത്ര പെട്ടെന്നാണ് കോവിഡ് പടർന്ന് ലോകം മുഴുവൻ അതൊരു മഹാമാരിയായി മാറിയത്, അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്ക് എബോളയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണം. എങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം, എന്താണ് ഇതിന്റെ മറ്റു സാധ്യതകൾ, ഇത് എങ്ങനെയാണ് പടരുന്നത്, മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എബോള പടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ബാംഗ്ലൂർ, മംഗളൂരു എന്നിവിടങ്ങളിൽ പ്രത്യേക ഐസൊലേഷൻ കേന്ദ്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ആദ്യ വൈറസ് വ്യാപനം കണ്ടെത്തിയത്. എബോള വൈറസ് ബാധ അതീവ ഗുരുതരമായ ഒരു വൈറസ് ആണ്. ഈ വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മുൻകരുതലുകളുടെ ഭാഗമായി എല്ലാ രാജ്യങ്ങളും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഇറ്റൂരിയിൽ നിന്നാണ് ഈ വൈറസ് വ്യാപനം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. കോങ്കോയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യയാണ് ഇറ്റൂർ. ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് കോങ്കോയിൽ മാത്രമല്ല ഈ രോഗം ഇപ്പോൾ ഉള്ളത്. നോർത്ത് കിവു, ഗോമ എന്നിവിടങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന മേഖലയാണ് ഗോമ. അതുപോലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ഇവ കൂടാതെ അയൽ രാജ്യമായ ഉഗാണ്ടയിലും രോഗം പടർന്നു പിടിച്ചു. ഉഗാണ്ടയിലേക്കും രോഗം വ്യാപിച്ചതിനെ തുടർന്ന് കോങ്കോയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും മുൻകരുതൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിർത്തികളിൽ ശക്തമായ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. സുരക്ഷ മുൻനിർത്തി റുവാണ്ട അതിന്റെ അതിർത്തികൾ താൽക്കാലികമായി അടച്ചു. ബഹ്റിനും ജോർദാനും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ആഫ്രിക്കയിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി എബോളയെ കുറിച്ചൊന്ന് പറയാം. എബോള വൈറസ് ലോകം ആദ്യമായി തിരിച്ചറിയുന്നത് 1976-ലാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ എബോള നദിക്കരയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗബാധ ആദ്യം കണ്ടെത്തിയത്. അതിനാലാണ് ഇതിന് എബോള എന്ന പേര് ലഭിച്ചത്. രോഗബാധിതരായ ആളുകളുടെ രക്തം, ശ്രമങ്ങൾ എന്നിവയിലൂടെ അതിവേഗം പടരുന്ന ഈ വൈറസ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ തകർക്കുകയും കടുത്ത രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. മുൻകാലങ്ങളിൽ ആഫ്രിക്കൻ വനമേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ രോഗം വിമാന സർവീസുകളും ആഗോള സമ്പർക്കങ്ങളും വർദ്ധിച്ചതോടുകൂടിയാണ് ലോകരാജ്യങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി മാറിയത്. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ എബോള വ്യാപനം ഉണ്ടായത് 2013 മുതൽ 2016 വരെയുള്ള വർഷങ്ങളിലാണ്. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളായ ഗിനിയ, ലൈബീരിയ, സിയറ ലിയോൺ എന്നിവിടങ്ങളെ ഈ മഹാമാരി പൂർണ്ണമായും വിഴുങ്ങി. അക്കാലത്ത് 11,000-ത്തിലധികം ആളുകളാണ് എബോള ബാധിച്ച് ദാരുണമായി മരണപ്പെട്ടത്. ബാധിക്കപ്പെടുന്നവരിൽ 50 മുതൽ 90% വരെ ആളുകൾ മരണപ്പെടാൻ സാധ്യതയുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായ മരണനിരക്കുള്ള ഒരു വൈറസ് കൂടിയാണിത്. അന്ന് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ പോലും അതീവ ജാഗ്രതയിലായിരുന്നു. ആ കറുത്ത നാളുകളുടെ ഓർമ്മകളെ പുതുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ ഭീതിയിലാക്കിക്കൊണ്ട് എബോള വൈറസ് വ്യാപനം വർദ്ധിച്ചു വരികയാണ്. കോവിഡിന് ശേഷം ലോകം മറ്റൊരു വലിയ ആരോഗ്യ അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമല്ല, കൃത്യമായ ജാഗ്രത തന്നെയാണ് നമുക്ക് വേണ്ടത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭീകരമായ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ വീഴ്ച പോലും വലിയ ദുരന്തത്തിന് കാരണമാകുമെന്നാണ്. ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഈ സമയത്ത് കൃത്യമായി പാലിക്കുകയാണ് വേണ്ടത്.